സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം കൊട്ടുകൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിലും വലിയൊരു കൊട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് സംഭവം? സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാരോട് കാണിക്കുന്ന അവഗണന, അവർക്ക് നൽകേണ്ട നീതി നിഷേധം, ഇതെല്ലാം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത്. നിരാഹാര സമരം വരെ നടത്തിയിട്ട് പോലും ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. അപ്പോഴൊക്കെ പഴി മൊത്തവും കേന്ദ്രത്തിനായിരുന്നു. കേന്ദ്രം അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു പിണറായി സർക്കാർ ഉന്നയിച്ചിരുന്നത്. അത് മാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരത്തിനെ വയൽക്കിളി സമരത്തോട് ഉപയോഗിച്ചിരുന്നു. ആലപ്പുഴ പി ചിത്തരഞ്ജൻ ആശാ വർക്കർമാരുടെ സമരം വയൽക്കിളി സമരം പോലെയാണ് എന്നാണ് പി ചിത്തരഞ്ജൻ സമരം എന്നാണ് ഇളവരം കരിയും പറഞ്ഞത്. അതെ, ഇവരെല്ലാം തന്നെ ഇടതുപക്ഷം മൊത്തത്തിൽ ഇതുപോലെ അവർ സമരം ചെയ്യുമ്പോഴെല്ലാം എന്താ പറയാ, അതെല്ലാം അതെ ആശയപരമായിട്ടും അത് ആശയപരമായിട്ടും അല്ല. ഇവിടെ SFI യൂണിവേഴ്സിറ്റി കോളേജിൽ കാണിച്ച പേക്കൂത്തെല്ലാം സമരം എന്നാണ് പറയുന്നത്. സമര ആഭാസമാണ് അത് ശരിക്കും. എന്തായാലും ഇത്തരത്തിൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തിനെയും ഇവർ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. എന്താ പറയുക, ഇത് സർക്കാർ വിരുദ്ധ ശക്തികൾ ഒന്നിച്ചു നടത്തുന്ന സമരമാണിത്. തൊഴിലാളികളോട് നീതിപൂർവമായി നിലപാടെടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. ആശാ വർക്കർമാർ ദുരിതം അനുഭവിച്ച കാലഘട്ടത്തിൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് ശമ്പളം കൂട്ടി നൽകിയത് ഇടത് സർക്കാരാണ്. ഇവർക്ക് അന്നത്തെ കാര്യമാണ് പറയാനുള്ളത്, ഇന്നൊന്നും പറയില്ല. അന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ പറഞ്ഞു, ശേഷിക്കനുസരിച്ചിട്ടുള്ള തുക നൽകുന്നുണ്ട്. ശേഷിക്കനുസരിച്ച് ഇവർ ഈ പറയുന്ന മുതലാളിമാരും പറയുന്ന ഇതേ ഡയലോഗ് തന്നെയല്ലേ. ഇവരെ ബൂർഷ്വാസികൾക്കെതിരാണല്ലോ. ബൂർഷ്വാസികളും പറയുന്ന ഇതേ ഡയലോഗ് അല്ലേ, ശേഷിക്കനുസരിച്ചിട്ടുള്ള തുക ശമ്പളമായിട്ട് നൽകുന്നുണ്ടെന്ന്. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കാനായിട്ട് ഏജൻസി ഓഫീസിന് മുന്നിലോ രാജ്ഭവനിന് മുന്നിലോ ആണ് സമരം നടത്തേണ്ടത്. കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിക്കാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ കൃത്യമായി ഓണറേറിയം നൽകിയിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കുടിശ്ശിക ലഭിക്കാത്തതിനെക്കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇടതുപക്ഷ തൊഴിലാളി സമരത്തിന് എതിരല്ലെന്നും പി ചിത്തരഞ്ജൻ പറയും. ഇത്രയും പറഞ്ഞിട്ട് ഇടതുപക്ഷം സമരത്തിന് എതിരല്ലെന്നും പറഞ്ഞു. അതായത് വയൽക്കിളി സമരം എന്ന് വരെ പറഞ്ഞിട്ട് എതിരല്ലെന്നും കൂടെ അദ്ദേഹം പറഞ്ഞ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് തിരിമറി നടത്തുകയായിരുന്നു കേരള ആരോഗ്യ വകുപ്പ്. അതിന് മുന്നായിട്ട് ആശാ വർക്കർ എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഈ ആശാ വർക്കർ എന്നുള്ളത് പലർക്കും അത്ര തിട്ടമില്ലാത്ത കാര്യമാണ്. അതായത് ആശാ വർക്കർ എന്ന് പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. അതായത് അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ, സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ, സർക്കാർ അംഗീകൃത അങ്ങനെ ഉള്ള പ്രവർത്തകരാണ് ഈ ആശാ വർക്കർ എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാരാണ്. ഇവർ പൊതുജനങ്ങൾക്കും പൊതുജനാരോഗ്യ സംവിധാനത്തിനും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇവർ ഔപചാരിക സർക്കാർ ജീവനക്കാരായി ഇവരെ കാണുന്നില്ല, മറിച്ച് സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആശാ വർക്കർമാരുടെ ശമ്പളം കണക്കാക്കുന്നത് തികച്ചും സങ്കീർണമാണ്. ഇതിൽ ബേസിക് സാലറിക്ക് പുറമെ ഓണറേറിയവും ഇൻസെന്റീവുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇതിലെ ആശകളുടെ പ്രതിഫലം പ്രധാനമായും ഇൻസെന്റീവ് അടിസ്ഥാനമാക്കിയാണ്. അതായത് ഒരു നിശ്ചിത പ്രതിമാസ ശമ്പളത്തെക്കാൾ നിർവഹിക്കുന്ന നിർദ്ദിഷ്ട ജോലികളുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അടിസ്ഥാന ഓണറേറിയമുണ്ട്. ഇതിന് പുറമെ സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന അധിക ഇൻസെന്റീവുകളുമുണ്ട്. ഓണറേറിയങ്ങളും ശമ്പളവും ഇത് നിർണ്ണയിക്കുന്നു. സംസ്ഥാനങ്ങൾക്കിടയിൽ ഇവ മാറിക്കൊണ്ടിരിക്കും. കൂടാതെ ചെയ്യുന്ന ജോലിക്കനുസരിച്ചും ശമ്പളം മാറും. അപ്പോൾ ഇവർ നേരിടുന്ന പ്രധാനമായ വെല്ലുവിളികൾ എന്താണെന്ന് പറഞ്ഞാൽ സ്ഥിര ശമ്പളത്തിന്റെ അഭാവമാണ് പ്രധാന വെല്ലുവിളി. ഇത് പലപ്പോഴും സാമ്പത്തിക അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കൃത്യമായി മാസം ശമ്പളം, ഒരു നിശ്ചിത തുക ശമ്പളമായി ലഭിക്കാത്തതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ക്രമരഹിതമായ പേയ്മെന്റുകളും തലവേദനയാണ്. കുറഞ്ഞ ശമ്പളം പോലും സമയത്തിന് കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം. പേയ്മെന്റുകളിലെ കാലതാമസവും പൊരുത്തക്കേടുകളും ഒക്കെ ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ആശാ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ അളവ് അവരുടെ ജോലിക്കനുസരിച്ച് മാറുന്നു. ഒരു സ്ഥലത്തെ അവസരങ്ങൾ മറ്റൊരിടത്ത് ഉണ്ടാകണമെന്നില്ല. ഇത് ഇവരുടെ തെറ്റല്ല. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് കേരളത്തിൽ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിലാണ്. കഴിഞ്ഞ ദിവസം മുതൽ അനിശ്ചിതകാല നിരാഹാരം സമരം തുടങ്ങിയിരുന്നു. സർക്കാർ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നായിരുന്നു ആശാമാരുടെ നിലപാട്. സർക്കാർ ജീവനക്കാരായി പരിഗണിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം പിരിയുമ്പോൾ ഇവർക്ക് പെൻഷനും ലഭിക്കില്ല. അതിനാൽ പെൻഷൻ സമയത്ത് 5 ലക്ഷം രൂപ നൽകണമെന്നതാണ് പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. ഓണറേറിയം വർധന, ശമ്പളത്തിലുള്ള നിബന്ധനകൾ എന്നിവയിലും മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യാൻ കേരള ആരോഗ്യമന്ത്രി നേരിട്ട് ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് എന്നായിരുന്നു പുതിയ വിവരം. കേന്ദ്ര വിഹിതം ലഭ്യമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ആന്ധ്രാപ്രദേശ് പോലുള്ള ചില സംസ്ഥാനങ്ങൾ സ്ഥിരമായ ശമ്പളവും ഗ്രാറ്റുവിറ്റിയും ഉൾപ്പെടെ കൂടുതൽ സ്ഥിരതയുള്ള വരുമാനവും ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ ആശാ തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 5000 രൂപ മുതൽ 15000 രൂപ വരെയാണ്. അവർ ജോലി ചെയ്യുന്ന സംസ്ഥാനത്തെ ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടുന്നു. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് കേരളത്തിലെ ആശാ വർക്കർമാരുടെ സേവന ലോകാരോഗ്യ സംഘടന വരെ പ്രശംസിച്ചിരുന്നു. സേവനം
കേരളത്തിൽ ഒരു ആശാ വർക്കർക്ക് മാസശമ്പളം 6,000 മുതൽ 7,000 രൂപയാണ്. ഇവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ചെകിട്ടത്തടിയായിട്ട് മാറുന്നത്. കാരണം ഇതുവരെ കേന്ദ്രം അനുവദിച്ചിരുന്ന ഫണ്ടുകളെല്ലാം കേരള ആരോഗ്യ വകുപ്പെടുത്ത് തിരിമറി നടത്തുകയായിരുന്നു എന്നാണ് ആരോപണം ഇവരുടെ. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അന്ന് അവിടെ കൊടയൊക്കെ കൊടുത്തിരുന്നു. അതെ, അതെ, ഇതിനെതിരെയും സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഈ സംസ്ഥാന സർക്കാരിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. കേന്ദ്രം ഒരു വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞതാണെന്ന് ഇപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ രാജ്യത്തെ ആശാ വർക്കർമാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രതിമാസ ഇൻസെന്റീവ് 2,000 രൂപയിൽ നിന്ന് 3,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അഹങ്കാരം തീർത്തിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക്സഭയാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം MP NK പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ഈ വിവരം പുറത്തുവിട്ടത്. കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചതോടെ ആശാ വർക്കർമാരുടെ ഏറെക്കാലത്തെ ആവശ്യം ഭാഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആശാ വർക്കർമാർക്ക് ലഭിച്ചിരിക്കുന്ന 2,000 രൂപയുടെ പ്രതിമാസ ഇൻസെന്റീവ് 3,500 ഉയർത്തി. കൂടാതെ കുറഞ്ഞത് 10 വർഷം സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന ആശാ വർക്കർമാർക്കുള്ള ഒറ്റത്തവണ ആനുകൂല്യം, അതായത് ഗ്രാറ്റുവിറ്റി 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായി വർദ്ധിപ്പിച്ചു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിര പദ്ധതിക്ക് കീഴിൽ പ്രതിമാസം 1,000 രൂപ വരെ ടീം അധിഷ്ഠിത ഇൻസെന്റീവുകളും ആശാ വർക്കർമാർക്ക് ലഭിക്കും. യൂണിഫോം, തിരിച്ചറിയൽ കാർഡ്, സൈക്കിൾ, മൊബൈൽ ഫോൺ, ഗ്രാൻഡ് കിറ്റുകൾ, വിശ്രമ മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളും ആശാ വർക്കർമാർക്ക് പലയിടത്തും ലഭ്യമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമയോഗി മന്ദൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികളും ആശാ വർക്കർമാർക്ക് പരിരക്ഷ ലഭിക്കും. ആശാ വർക്കർമാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. വർധനവ് ആവശ്യപ്പെട്ട ആശാ പ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉൾപ്പെടെ സമരം നടത്തി. ഇതിപ്പം വിജയ് പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് വേതനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കേരള സർക്കാരാണ് ഇതിന് വിഘാതം നിൽക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എളമരം കരീമും ചിത്തരഞ്ജനും അടക്കമുള്ളവരൊക്കെ പറയുന്നത് ഇത് ഈർക്കിൽ സമരമെന്നും അങ്ങനെ ഒക്കെ പറഞ്ഞതിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ KV തോമസിനെയൊക്കെ പോലെ ഉള്ളവർക്ക് യാത്രാപ്പടി ഇനത്തിൽ ലക്ഷങ്ങൾ വാങ്ങുന്നു. PSC ചെയർമാൻ ഉൾപ്പെടെ ലക്ഷങ്ങൾ വർദ്ധിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കും മുഖ്യമന്ത്രിയുടെ മറ്റു കാര്യങ്ങൾക്കും എല്ലാം വലിയ തുകകൾ കൊടുക്കുമ്പോൾ ഈ പാവം ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അത് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു കേരളം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കേന്ദ്രം ഇപ്പോൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കേരള സർക്കാരിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, ഇതിൽ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് നിലവിൽ സംസ്ഥാന സർക്കാർ പ്രതിമാസം, അതായത് 7,000 ഓണറേറിയം നൽകുന്നുണ്ട്. ഇത് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലുതാണെന്നൊക്കെയായിരുന്നു വീണ ജോർജിന്റെ ന്യായീകരണം. അല്ലാതെ ന്യായീകരണങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. 2016 മുമ്പ് 1,000 രൂപയായിരുന്നു ഓണറേറിയം. ഘട്ടം ഘട്ടമായിട്ടാണ് 7,000 ആക്കിയത്. ഏറ്റവും ഒടുവിൽ 2023 ഡിസംബറിൽ 1,000 അത് വർദ്ധിപ്പിച്ചിരുന്നു. 1,000 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ആശാ വർക്കർമാരുടെ സംഘടനകൾ ഈ കണക്കുകൾ അംഗീകരിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടും തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ സംസ്ഥാന സർക്കാർ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു ആശാ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയത്. പ്രധാന ധനസഹായത്തിന്റെ ഘടനയാണ് സംസ്ഥാനത്തിന് വേതനം വർദ്ധിപ്പിക്കുന്നതിൽ തടസ്സമാകുന്നതെന്ന് കേരളം സർക്കാർ വാദിക്കുന്നുണ്ട്. ഈ ഘടന ആരാണ് മാറ്റേണ്ടതെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. സംസ്ഥാന സർക്കാരിന്റെ ഘടനയാണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായ ആശാ വർക്കർമാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.